വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലർ ചേർന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ എപ്പിസോഡ് ലോകം എമ്പാടും ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറുമ്പോൾ സ്പോൺസർ ചെയ്തവരെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ബൈജുവിനും വിസി തോമസിനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകൻ കെവിൻ്റെ ബർത്ത്ഡേ 5th ജൂലൈയിലാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ മോനെ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇൻ അഡ്വാൻസ്. അപ്പോൾ തന്നെ കർത്താവെ, ഇളയ മകൻ ജെയ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്നായി താൻ സംസാരിക്കുവാനും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കെവിനും കർത്താവെ നല്ല വിദ്യാഭ്യാസം കർത്താവ് കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. ആലപ്പുഴയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവ് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായി സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും യേശു കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജു കെയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കർത്താവ് കൊടുക്കണമേ. മകൻ എബി എബ്രഹാം രാജുവിന് വളരെ നല്ലൊരു ഭാവി കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മിനിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ആ കുടുംബത്തെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. മിനി നായർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകളുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബത്തിൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. റൂബി ഈപ്പൻ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ജോബ് വിസ UK ലഭിക്കുവാൻ, അതുപോലെ വിവാഹം നടക്കുവാനും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷൺമുഖന് വേണ്ടിയും ഗീത ഷൺമുഖന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കുഞ്ഞുണ്ടാകാൻ അങ്ങയുടെ കൈകൾ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രഗ്നൻ്റ് ആകാതിരിക്കത്തക്ക രീതിയിലുള്ള സകലവിധ പ്രോബ്ലംസും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ആശ ജയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കുവാൻ, അതുപോലെ കർത്താവെ സഹോദരിക്ക് നല്ല ഒരു കുഞ്ഞുണ്ടാകാൻ കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം നടക്കാനും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം തനിക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുവാനും ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും കർത്താവ് സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജൂലൈ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ. കഴിഞ്ഞ ഫെബ്രുവരി മാസം താൻ സാധാരണ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു പ്രേക്ഷകൻ കൂടിയാണ്. താൻ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റു. താൻ നേരെ ടോയ്ലറ്റിലേക്ക് പോയി. താൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കടുത്ത ഒരു ബേണിംഗ് സെൻസേഷൻ തനിക്ക് ഉണ്ടായി. അത് മാത്രമല്ല, ഒരു കടുത്ത വേദനയും കൂടെ ആ സമയത്ത് വന്നു. ആ സമയത്ത് പിതാവ് ശ്രദ്ധിച്ചപ്പോൾ അത് മുഴുവൻ ബ്ലഡ് ആണ് പോയത്. അന്നത്തെ ദിവസം മൂത്രം ഒഴിച്ചത് മുഴുവൻ ബ്ലഡ് ആണ് അതും പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായി. അത് മാത്രമല്ല, ഞാൻ ചോദിച്ചു ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോ? അപ്പോൾ താൻ ചിന്തിച്ചു, നേരെ പോയി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാം എന്ന് ചിന്തിച്ചിട്ട് ഈ സഹോദരൻ പറഞ്ഞത് നേരെ പിതാവ് വന്നിട്ട് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുവാനിരുന്നു. അന്നത്തെ ദിവസം ആദ്യത്തെ പ്രോഗ്രാമുകൾ, പ്രയർ എല്ലാം കഴിഞ്ഞു, മെസ്സേജ് എല്ലാം കഴിഞ്ഞു. അവസാനം ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രദർ പറഞ്ഞു, യൂറിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു.
ആ സമയത്ത് ഈ പിതാവിൻ്റെ ആ ബേണിംഗ് സെൻസേഷനും പെയിനും ആ സമയത്ത് നിന്നു. അതിനുശേഷം ഒരു നിമിഷം പോലും പിന്നീട് താൻ യൂറിൻ പാസ് ചെയ്ത് ഇതിന് ശേഷം 4 മാസത്തോളമായി. ഇതിനിടയിൽ ഒരു തവണ പോലും ആ ഒരു ബ്ലഡ് കലർന്നൊന്നും പോയിട്ടില്ല. ആ സമയം കൊണ്ട് അത് നിന്നു. കർത്താവ് സൗഖ്യമാക്കി. പിതാവ് പറയാൻ ഭാര്യയോട് പറഞ്ഞില്ല, വീട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം ഭാര്യയ്ക്ക് ഇത്തിരി പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ അതിനും ചെക്കപ്പിന് ഇതിനൊക്കെ പോകും. പക്ഷേ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു യൂറിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും സൗഖ്യമാകുന്നു. ആ സമയത്ത് തന്നെ ആ പിതാവിന് ആ സൗഖ്യം ലഭിച്ചു. ഇതൊരു പൊടുന്നനെയുള്ള വെച്ചാൽ ബ്രേക്ക് ചവിട്ടി ഒരു വണ്ടി നിൽക്കുന്നത് പോലെ ഒരൊറ്റയടിക്ക് കർത്താവ് മാറ്റി കൊടുത്തു. ഹല്ലേലൂയ. അതിനുശേഷം ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ പോവോ, അങ്ങനെ സംഭവിച്ചു? അന്നാണ് അത് കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കാണും. പക്ഷെ അതിന് ആദ്യം അവസാനമായിട്ട്. അത് മാത്രമല്ല, ഈ പിതാവിന്റെ മകന് വിവാഹത്തിന് ശേഷം 3 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഈ പിതാവ് പറഞ്ഞത് ബ്ലെസ്സിംഗ് ടുഡേ ടി പ്രോഗ്രാമിൽ എന്നും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം. അങ്ങനെ ഈ പിതാവ് ആ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പണം അയച്ചു. ആ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അറിയുകയാണ് 3 വർഷത്തിന് ശേഷം മകന്റെ ഭാര്യ പ്രഗ്നന്റ്. ഒറ്റ മാസത്തിനുള്ളിൽ കർത്താവിന്റെ ഒരു അത്ഭുതം സംഭവിച്ചു. കർത്താവ് വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്തു. എത്ര നാളിന് മുമ്പാണ്? 2.25 വർഷത്തിന് മുമ്പ്. 2.25 വയസ്സായി. കൊച്ചിന് 2.25 വയസ്സായി. പണ്ടാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്തത്. ദൈവം അനുഗ്രഹിച്ചതോടുകൂടെ തന്നെ ഉടനെ തന്നെ ഞാൻ ബ്ലെസ്സിംഗ് ടുഡേക്ക് എഴുതി അയക്കുകയും മകൻ UK നിന്ന് ഇമെയിൽ അയക്കുകയും ചെയ്തു. അന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ 2 അത്ഭുത വിടുതലുകളാണ് ഈ വീട്ടിൽ ചെയ്തത്. നമുക്ക് കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഈ വീട്ടിൽ ചെയ്ത ഈ 2 അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ഒരു രോഗസൗഖ്യവും അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. കർത്താവേ, ഇവരുടെ വിശ്വാസത്തെ മാനിച്ച് തുടർന്നും കുടുംബത്തിലെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ സാക്ഷ്യം കാണുന്നവരിലും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അവരും സ്വീകരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരമപിതാവിൽ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെ പോലെന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെ പോലെന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം chapter number 15 അതിന്റെ 15-ാമത്തെ അധ്യായം verse number 20 അതിന്റെ 20-ാമത്തെ വചനം. But Christ has indeed been raised from the dead, the first fruits of those who have fallen asleep. 20-ാമത്തെ വചനം. എന്നാൽ ക്രിസ്തു നിദ്ര പ്രാപിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. Now Christ is mentioned here as a fruit. ഇവിടെ യേശു ക്രിസ്തുവിനെ രണ്ടാമത് ഫലമായിട്ട് പരാമർശിച്ച് സംസാരിക്കുകയാണ്. He is the first fruit from those who have fallen asleep, from all the dead people. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട വിഷയത്തിൽ അവൻ ആദ്യ ഫലം എന്ന പേരിൽ പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. So Christ is the root and Christ is the fruit. അതുകൊണ്ട് ക്രിസ്തു വേരുമാണ്, അവൻ ഫലവുമാണ്. Everybody say that Christ is the root and Christ is the fruit. എല്ലാവരും ചേർന്ന് പറയാമോ? യേശു ക്രിസ്തു വേരാണ്, യേശു ക്രിസ്തു ഫലവുമാണ്. Now John chapter 15 and verse number 5. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം. Jesus says, I am the vine, you are the branches. If you remain in me and I in you, you will bear much fruit. Apart from me, you can do
nothing. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ ധാരാളം ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. What is Jesus saying here? എന്താണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? I am the true vine. ഞാനാണ് യഥാർത്ഥ മുന്തിരിവള്ളി. Jesus is speaking spiritually. ഇവിടെ ആത്മീകമായിട്ടുള്ള കാര്യമാണ് യേശു സംസാരിക്കുന്നത്. I am the true vine. ഞാനാണ് യഥാർത്ഥ മുന്തിരിവള്ളി. My father is the gardener. എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. Hallelujah. ഹല്ലേലൂയ. And you are my branches. എന്നു മാത്രമല്ല നിങ്ങൾ എന്റെ ശാഖകളുമാണ്. And if you live in me, if you remain in me, you will bear much fruit. നിങ്ങൾ ശാഖകളായ നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫലം കായ്ക്കുന്നവരായി മാറും. The last portion of this scripture is very, very touching. ഇവിടുത്തെ അവസാനത്തെ ആ ഭാഗം വളരെ വളരെ നമ്മെ സ്പർശിക്കുന്ന ഭാഗമാണ്. What is that? എന്താണത്? Apart from me, you can do nothing. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. Everybody lift your right hand. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തിയാലും Everybody say this after me. Apart from Jesus, I can do nothing. എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് ഉറക്കെ പറഞ്ഞാലും യേശുവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. Say 2 more times. 1-2 പ്രാവശ്യം കൂടെ പറയാമോ? യേശുവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ. യേശുവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Without Jesus, I cannot do anything. യേശുവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല. Hallelujah. ഹല്ലേലൂയ. Now, Romans chapter 11 and verse number 16. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിലേക്ക് If the വരുമ്പോൾ part of the dough offered as first fruits is holy, then the whole batch is holy. If the root is holy, so are the branches. ആദ്യഫലമായി അർപ്പിക്കപ്പെടുന്ന ധാന്യമാവിന്റെ അംശം വിശുദ്ധമെങ്കിൽ മാവ് മുഴുവനും വിശുദ്ധമായിരിക്കും. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം തന്നെ. That is very important. If the root is holy, so are the branches. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം തന്നെ. Who is your root? ആരാണ് നിങ്ങളുടെ വേര്? Who is your root? ആരാണ് നിങ്ങളുടെ വേര്? Who is your root? ആരാണ് നിങ്ങളുടെ വേര്? If Jesus is the root, he is holy. യേശുക്രിസ്തുവാണ് നിങ്ങളുടെ വേരെങ്കിൽ അവൻ വിശുദ്ധനാണ്. If the root is holy, the branches are also holy. ഓർക്കുക, വേര് വിശുദ്ധമാണെങ്കിൽ വേരിന്റെ മുകളിൽ നിൽക്കുന്ന ശാഖകളും വിശുദ്ധമായിരിക്കും. This is a great spiritual truth. ഇതൊരു വളരെ ആത്മീകമായ ഒരു സത്യമാണ്. Through our actions, through our charitable works, through our deeds, we can never become holy. ഓർക്കുക, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ മാത്രം നമുക്ക് ഒരിക്കലും നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. But if we are attached to the root, automatically the holiness will pass through the branch. എന്നാൽ വിശുദ്ധമായ ഈ വേരിനോട് നിങ്ങൾ നിങ്ങളെ തന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരിൽ നിന്ന് സ്വമേധയായി ഓട്ടോമാറ്റിക്കലി ആ വിശുദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും. Somebody shout hallelujah. മനസ്സിലായെങ്കിൽ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Because the root system is upholding, sustaining the whole tree. ഓർക്കുക, വേരുപടലങ്ങളാണ് അല്ലെങ്കിൽ വേരിന്റെ ശൃംഖലയാണ് ഒരു വൃക്ഷത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത്. If you are living on earth today, ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ your life is supported by the roots. നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നത് താഴെയുള്ള വേരിലാണ്. Who is your root? ആരാണ് നിങ്ങളുടെ വേരെന്ന് പറയാമോ? Hallelujah. ഹല്ലേലൂയ. If so, there is no risk in your life. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ റിസ്കിന് കാര്യമില്ല. Why? എന്തുകൊണ്ട്? Because it is the responsibility of the root to support you. കാരണം നിങ്ങളെ താങ്ങി നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഇരിക്കുന്നത് നിങ്ങളുടെ താഴെ നിൽക്കുന്ന വേരിന്റെ മേലാണ്. When problems and troubles come, അതുകൊണ്ട് പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ, when winds blow at us, നിങ്ങളുടെ മേൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ, we sometimes
sway and we are afraid. ചില I'm going to fall down. സമയങ്ങളിൽ ആടി ഉലഞ്ഞിട്ട് നമ്മൾ വീണു പോകുമെന്ന് ഒരുപക്ഷെ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും. But that time the root will talk to you. എന്നാൽ ആ സമയത്ത് നിങ്ങളുടെ താഴെ നിൽക്കുന്ന വേര് നിങ്ങളോട് പറയും. The root is saying, വേര് നിങ്ങളോട് സംസാരിക്കും. hello branch. ഓ എന്റെ ശാഖകളെ, Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. I am holding you. ഞാൻ നിങ്ങളെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. I will not allow this whirlwind to uproot you. ഈ കൊടുങ്കാറ്റിന്റെ മേൽ നിങ്ങളെ താഴേക്ക് പറിച്ചു കളയുവാൻ ഞാൻ അനുവദിക്കുകയില്ല. It's my responsibility. എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഇവിടെ I am ഉറപ്പിച്ചു നിർത്താൻ. holding your life. ഞാൻ നിങ്ങളുടെ ജീവനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. I am sustaining your ഞാൻ life. നിങ്ങളുടെ ജീവനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. I am strong enough to hold you. നിങ്ങളെ മുഴുവൻ താങ്ങി നിർത്തുവാനുള്ള ശക്തിയും കെൽപ്പും എനിക്കുണ്ട്. Come on, lift your hands and talk to Jesus. Come ഒരിക്കൽ on. കൂടെ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് കർത്താവിനോടൊന്ന് ചിലത് സംസാരിച്ച് നന്ദി പറയാനൊന്ന് Talk to തുടങ്ങി. Jesus tonight. യേശുവിനോട് ഇന്ന് രാത്രി പ്രശ്നങ്ങളല്ല, അവൻ നമ്മെ താങ്ങിയതിന് ചില നന്ദി ഒന്ന് പറയാൻ തുടങ്ങിയാൽ, If you believe that he is strong enough to support your life, thank him. ഓ അവൻ നിങ്ങളെ ജീവിതത്തെ മുഴുവൻ പിടിച്ചു നിർത്താൻ നിലനിർത്തുവാൻ അവൻ ശക്തനാണെന്നുള്ള വിശ്വാസം ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ഇപ്പോൾ കൈകൾ ഉയർത്തി ഉറക്കെ യേശുവേ നന്ദി എന്ന് പറഞ്ഞാല്, Come on, lift your voice. എല്ലാവരും യേശുവേ നന്ദി, Hallelujah. യേശുവേ നന്ദി, Hallelujah. എന്റെ യേശുവേ നന്ദി. In my spirit, I see that Jesus is giving strength to some people tonight. ഇന്ന് രാത്രിയിൽ എന്റെ ആത്മാവിൽ ഞാൻ ഒന്ന് കാണുകയാണ്, ഇവിടെ നിൽക്കുന്ന പല ആളുകൾക്കും വളരെ ബലം കർത്താവ് ഇവിടെ നൽകുകയാണ്. Some people think in your heart that you're very weak, and your life is going to collapse. ചില ആളുകൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്, ഞാൻ വളരെ ബലഹീനനാണ്, എന്റെ ശക്തി പോയി, ഞാൻ എപ്പോഴും വീണു പോകും എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. But this is the time the root is speaking to you. എന്നാൽ ഈ സമയത്ത് വേരായ കർത്താവ് ഇതാ നിന്നോട് സംസാരിക്കുകയാണ്. You have a foundation. നിങ്ങൾക്കൊരു അടിസ്ഥാനമുണ്ട്. You have a base. നിങ്ങൾക്കൊരു അടിസ്ഥാനമുണ്ട്. You have a sustainer. നിങ്ങൾക്ക് നിലനിർത്തുന്ന ഒരുവനുണ്ട്. You have a spiritual root system. നിങ്ങൾക്കൊരു ആത്മിക വേരു പടര ശൃംഖലയുണ്ട്. And from the root system all the nourishment is coming to you because you are the branch from the tree. ഓർക്കുക, ആ വേരിൽ നിന്നാണ് നിന്റെ ജീവിതത്തിന് വേണ്ട ആത്മികത്തിനും ഭൗതികത്തിനും വേണ്ട സകല പോഷണങ്ങളും നിന്നിലേക്ക് എത്തിച്ചേരുന്ന. കാരണം നീ ആ വേരിന്റെ മുകളിൽ നിൽക്കുന്ന ശാഖയാണ്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? Come on. ഓ എന്റെ യേശുവേ നന്ദി. From the Holy Spirit, I'm going to give you a promise right now. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാനൊരു വാഗ്ദാനം നിങ്ങൾക്ക് നൽകുകയാണ്. This is a promise you can hold on to. ഇന്ന് രാത്രി നിങ്ങൾക്ക് പിടിച്ചുകൊള്ളുവാനുള്ള വാഗ്ദാനം ഇതാണ്. Psalm 1 and verse number 3. സങ്കീർത്തനം 1 അതിന്റെ 3-ാമത്തെ വചനം. It reads, He is like a tree planted by the streams of water, which yields its fruit in season, and whose leaf does not wither. Whatever he does prospers. ഓർക്കുക, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവന്റെ ഇല വാടുകയില്ല, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. You will be like a tree planted by the streams of water. ഓർക്കുക, നീർച്ചാലുകൾ കരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ദൈവം തമ്പുരാൻ നിന്നെ ഉറപ്പിച്ചു നിർത്തുകയാണ്. In season and in out of season there will be fruit in you. ഓ നല്ല കാലത്തും സീസൺ അല്ലാത്ത കാലത്തും നിന്നിൽ നിന്ന് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മലയാറ്റൂരിന്ന് എൽസിയാണ്. ഇത് സിസ്റ്റർ ക്ഷമയാട്ടോ. ബ്രദർ ഡാമിൻ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ചോദ്യം ചോദിച്ചോളൂ. സിസ്റ്ററെ ചോദിച്ചോളൂ ചോദ്യം. എനിക്കിങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ കുറച്ച് നാള് ശരിക്കും പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബൈബിള് വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട്, ഉറക്കം തൂങ്ങും. ബൈബിൾ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഉറക്കം തൂങ്ങി പോകും. വെളുപ്പിന് എഴുന്നേറ്റ് എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ ഉറക്കം തൂങ്ങി പോകും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണോ ചോദ്യം? അതായത് പ്രാർത്ഥനയില് ഒരു സ്ഥിരത കിട്ടുന്നില്ല അല്ലേ? ഇടയ്ക്കൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും, പിന്നെ അങ്ങ് പ്രാർത്ഥനാ ജീവിതം താഴോട്ട് പോകുന്നത് പോലെ തോന്നും, അതല്ലേ? ഓക്കെ. എൽസി ചോദിച്ച ചോദ്യം ഇതാണ്: സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കാനും സ്ഥിരതയോടുകൂടെ വചനം വായിക്കാനും പറ്റുന്നില്ല, എന്ത് ചെയ്യാം? പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരും, ബൈബിൾ വായിക്കുന്ന സമയത്ത് ഉറക്കം വരും.
2 രീതിയാണുള്ളത്. ഒന്നിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ഇതുണ്ടെങ്കിൽ ഞാൻ സാധാരണ പ്രായോഗികമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം തോന്നും. ചെയ്യേണ്ടത് എഴുന്നേൽക്കുക, നടക്കുക, നടന്ന് പ്രാർത്ഥിക്കുക. അതെ. ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവസാനം ബൈബിൾ തലയിണയാവുന്നു, അതിലോട്ട് വീണ് കിടന്നുറങ്ങുന്നു. അതിനേക്കാൾ നല്ലത് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉറക്കെ വായിക്കുക, അതിന് ജയിക്കാനാണെങ്കിൽ. ഇല്ലെങ്കിൽ കിടന്നുറങ്ങിയ ശേഷം നല്ല ഉന്മേഷം തോന്നുന്ന സമയത്ത് വീണ്ടും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ചടങ്ങിന് വേണ്ടി ഒരു മതാചാരം പോലെ ആരെ പ്രതിപ്പെടുത്താൻ? നമ്മുടെ ആ എല്ലാ ഉറക്കത്തിൻ്റെ സമയവും നഷ്ടം, പ്രാർത്ഥനയുടെ സമയവും നഷ്ടം എന്ന രീതിയിലായിപ്പോകും. ഇവിടെയെല്ലാം സ്ഥിരതയിലേക്ക് വരാൻ നമ്മൾ ചില പ്രാക്ടിക്കൽ ടിപ്സ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടക്കുക. ഇന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. മുട്ടുകുത്താം, എഴുന്നേറ്റ് നിൽക്കാം, കൈ ഉയർത്താം, നടക്കാം, കിടന്നു പ്രാർത്ഥിക്കാം, എന്ന് വേണമെങ്കിലും ചെയ്യാം. ഏതാണോ നമുക്ക് സൗകര്യം അതിലൂടെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, കൂടുതൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കും. കാരണം വീഴ്ച കൂടുതൽ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കും. പത്രോസിന് പറ്റൊരു കാര്യം, പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ പോകുന്നിടത്ത് പോകാനും ചാകാനും ഞാൻ റെഡി. ആ പുള്ളിയാണ് 3 പ്രാവശ്യം അതിനെ യേശുവിന് തള്ളിപ്പറഞ്ഞു. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവിടെ പത്രോസിന് പറ്റിയ പരാജയം തൻ്റെ സ്വയശക്തിയിൽ ആശ്രയിച്ചു. സ്വയശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവിടെ മുതല കൂപ്പുകുത്തേണ്ടി വരും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ശക്തിയിലും ആശ്രയിക്കുമ്പോൾ നമ്മൾ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ദൈവത്തോട് പറയാം, കർത്താവേ, ഇതൊന്ന് നന്നായി ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. പ്രാർത്ഥനയിലും റോമാലേഖനം 8-26 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നത് വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ അകത്തിരുന്നു കൊണ്ട് ആബാപിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തോട് നമ്മുടെ അകത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ ശരീരമല്ല പ്രാർത്ഥിക്കുന്നത്, അകത്തുള്ള ആത്മാവ് പരിശുദ്ധാത്മാവോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു താക്കോൽ, ഈ ഒരു രഹസ്യം പിടികിട്ടിയാൽ തന്നെ പ്രാർത്ഥനയുടെ ബോറിംഗ് ടൈം മാറിക്കിട്ടും. നമ്മുടെ സ്വയ കഴിവിൽ നമ്മൾ ആശ്രയിക്കാതെ ആദ്യം തന്നെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഈൽഡ് ചെയ്യും, താഴ്ന്നു കൊടുത്ത് അങ്ങനെ നയിക്കണം, അങ്ങയുടെ ആത്മാവിനിലൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് വന്ന് പ്രാർത്ഥനയുടെ മണിക്കൂറുകളെ വലിയ ലഹരിയുടെ, നല്ല സന്തോഷത്തിൻ്റെ സ്വീറ്റ് അവർ ഓഫ് പ്രെയർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, സ്വീറ്റ് അവർ ഓഫ് പ്രെയർ. കാരണം ആ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ മാധുര്യമുള്ള മണിക്കൂറുകളായി മാറും. എപ്പോൾ? വെൻ ഹീ ഈസ് ദെയർ, വെൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് ദെയർ. അതുകൊണ്ട് ഇന്ന് മുതൽ അങ്ങനെയുള്ള ഒരു ശൈലിയിലേക്ക്, പ്രാക്ടിക്കൽ ടിപ്പിലേക്ക് ഒന്ന് മാറി നോക്കുക. തീർച്ചയായും ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് വളരെ വളരെ നന്ദി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജൂലൈ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് പകരുന്ന അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യാം. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ രോഗങ്ങളെയും കർത്താവെ അങ്ങ് സൗഖ്യമാക്കാൻ ശക്തനാണല്ലോ. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ ശക്തിയേറിയ ചില അലർജികളുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അലർജികൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. കൊളസ്ട്രോൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ഷുഗർ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. പ്രഷർ നോർമലാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ചില സഹോദരന്മാരിൽ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് പ്രശ്നമുള്ള ചിലരെ കർത്താവ് അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ.
അതുപോലെ മസിലുകൾ വീക്കാകുന്ന രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. വീൽ ചെയറിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ അങ്ങനെയുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ബ്ലഡിലുള്ള ചില തകരാറുകളെ കർത്താവ് മാറ്റുന്നു ഇൻ ജീസസ് നെയിം. വിവാഹം കഴിഞ്ഞു കുട്ടികളില്ലാത്തവർക്കായി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവെ അവർക്ക് വിടുതൽ നൽകി ശരീരത്തിൽ വ്യത്യാസങ്ങൾ വരേണ്ടത് വന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഒരു ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒത്തിരി പേര് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഭവനം വേണ്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനുള്ള മാർഗങ്ങൾ തുറന്ന് കർത്താവ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ ഏതെല്ലാം മേഖലകളിൽ വിടുതൽ വേണമോ അവിടെയൊക്കെ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. നാളെ പെരുമ്പാവൂരിൽ നടക്കുന്ന ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും വ്യക്തിപരമായി നിങ്ങളെ അടുക്കൽ വന്ന് ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും പല സ്ഥലങ്ങളിൽ നടക്കുന്ന നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർച്ചയായ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് ദൈവിക അനുഗ്രഹങ്ങളിൽ നിറയുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നമ്മുടെ പുസ്തകങ്ങളും CD-കളും ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ച് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് കാണാം. എല്ലാവരുടെ മേലും കർത്താവ് തുടർന്നും അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ബൈ.